എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ നാഗൂരാണുള്ളത്. നാഗപട്ടണത്തിൽ നിന്ന് നാഗൂരിലേക്ക് ബസ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ തബലയാലം ബാദിഷ, ആജ്, കാജാമല അങ്ങനെ രണ്ട് പ്രശസ്തമായ ദർഗയിലേക്ക് സിയാറത്ത് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തു നമ്മൾ വീഡിയോസ് എടുക്കാനും. പിന്നെ ഇവിടെ ഉറൂസ് നടക്കായിരുന്നു. അപ്പോൾ ആ സാങ്കേതിക ബുദ്ധിമുട്ട് കാരണത്തിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യാത്രാ ക്ഷീണം കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചൊരു നോർമലായി. അതുകൊണ്ട് ആൾക്കാരിലൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയി ഉറൂസ് കഴിഞ്ഞ് ഇവിടെ കൊടിയിറക്കം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയി. ഉള്ളത് നമ്മൾ നാഗൂരിലാണ്. നാഗൂർ ഷെരീഫ് ഷാഹുൽ അമീർ ദർബാറാണ്. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നുള്ളത്. നമുക്കുള്ളിലേക്കെല്ലാം പോയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കാം. ഉള്ളിലെല്ലാം പോകാൻ നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നുള്ളത്. ധാരാളം വയസ്സായ ആളുകളും രോഗികളും പല പേരും ഇവിടെ കാണുന്നുണ്ട്. മലയാളികൾ അപൂർവമാണ് കാണുന്നുള്ള. ഏർവാടി പോലെ പിന്നെ ഇവിടെ ആൾക്കാരുകൾ അങ്ങനെ മലയാളികൾ ഇവിടെ ഇല്ല. പിന്നെ മിക്കവാറും ഹിന്ദിക്കാരും പിന്നെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആൾക്കാരാണ് അധികം ഉള്ളത്. പിന്നെ മലയാളികൾ അപൂർവമൊക്കെ കുറവാണ്, എന്നാലും കുറച്ച് ഉള്ളതുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ തെരുവ് കച്ചവടങ്ങളും പിന്നെ പീടികളും കടകളും എല്ലാം ഉണ്ട് ഉള്ളിൽ തന്നെ. പുറത്ത് പോകേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ ഷാഹുൽ അമീർ ദർബാറിലേക്ക് അപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്തു. 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തു. വീഡിയോ എടുക്കാനും മറ്റു കാരണത്തിലായിട്ട് കുറച്ച് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോസിലേക്ക് പോവാം. പിന്നെ നമുക്കുള്ളിലെടുത്ത കാഴ്ചകൾ കാണാം. ഇത് ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്തിൽ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചെറിയ കടകളെല്ലാം ഇവിടെ കാണാം. ഇപ്പോൾ കച്ചവടമാണ്. ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. കടകളെല്ലാം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 2 മണിനോടത്ത് അടുത്തു. 2 മണി കഴിയാനായി. ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ.
ഇപ്പോൾ ദർഗ അടിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ മുൻവശം അടിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ ഷാഹുൽ ഹമീദ് ദർബാർ ഉള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ ദർഗ ഓപ്പൺ ഇല്ല, അടിച്ചിട്ടാണുള്ളത്. ഉള്ളിലേക്ക് പോകണമെങ്കിൽ സിയാറത്ത് ചെയ്യാം, ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു എൻട്രൻസാണിത്, ഭണ്ഡാരപ്പെട്ടിയാണ്. ഇപ്പോൾ ഇവിടെ വിളക്കുണ്ട്. ഇവിടെ ധാരാളം പെൺകുട്ടികൾ പിന്നെ പൊൺകുളികൾ എല്ലാം ഉണ്ട്. ക്യാമറകൾ, പിന്നെ റോസ് കഴിഞ്ഞതല്ലേ. ഇപ്പോൾ അടിമരത്തിൻ്റെ ഇതെത്തിയിട്ട് ഇറക്കിയിട്ടില്ല. പിന്നെ അടിമരം ഇറങ്ങിയിട്ട് ഇത് ആൾക്കാർ ഇപ്പോൾ കുറയും. അപ്പോൾ ഉള്ളിൽ ഞമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് നിർബന്ധമായി നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റുമായി രേഖപ്പെടുത്തുക. ഇത് നമ്മളെ ഉപ്പാപ്പാനെ ജനാസ വെച്ച സ്ഥലം. അപ്പോൾ അതിനൊരു ബർക്കത്തുണ്ട് ഇവിടെ കവാലിയൊക്കെ നടക്കൽ ഇവിടെയാണ്. കവാലി നടക്കുന്നതല്ലേ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഒരു കവാലി നടന്നായിരുന്നു 2 ദിവസം മുന്നേ. ഇതിനൊരു വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ ജന്മദിന ദിവസങ്ങൾ ഇതിൻ്റെ അടിയിൽ മധുരപാനീയങ്ങൾ ഉണ്ട് എന്നാണെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ മധുരപാനീയങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ മധുരപാനീയങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് ആ അലി റളിയല്ലാഹുവിൻ്റെ ജന്മദിനം പ്രത്യേകമായ ദിവസങ്ങൾ ആവുമ്പോൾ ഈ മധുരപതിനാറ് എടുക്കുമെന്നും ആ സർവത്ത് പുറത്തെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞമ്മയിപ്പോൾ ഉള്ളത് ഉപ്പാപ്പാനെ കുളിപ്പിച്ച സ്ഥലം, അതായത് ജനാസ വെച്ച സ്ഥലം ആണ്. ഇവിടെ വഫാത്തായ സമയത്ത് ജനാസ വെച്ച സ്ഥലമാണിത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നുള്ള. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഒരു ബർക്കത്തുണ്ട് ഇവിടെ. ഇപ്പോൾ ധാരാളം ആൾക്കാർ വന്നിട്ട് ഇവിടെ കടക്കാലും അവരെ കർമ്മത്തിലേക്ക് ഏർപ്പെട്ടിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്ന കുറേ മസ്താന്മാർ ഇവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകമായൊരു ഈ സ്ഥലത്തിൻ്റെ വേറൊരു മർമ്മസമാനമായ സ്ഥലമെന്ന് പറയാം. ധാരാളം ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ ഏർവാടിയിലെ പോലെ തന്നെ, എന്നാലും ഏർവാടിയല്ല അങ്ങനെയും പറയാം. പല സിഹർ ബാധിച്ചതും അഭിചാരം ബാധിച്ചവരും ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചകളാണ്. ഇവിടെ 2 ദിവസം മുന്നേ ഇവിടെ ഭയങ്കര ബഹളയും കാര്യങ്ങളും ഇവിടെ എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇവിടെയൊക്കെ ഒന്ന് കാലിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല 2 ദിവസം മുന്നേ. ഇവിടെ 2 ദിവസം മുന്നേ കാലിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്.
ഇവിടെ ഇവിടെ ഇപ്പോൾ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ്. ലേഡീസ് ടോയ്ലറ്റ് ഇവിടെ ഉള്ള സ്ഥലമാണ്. ഇവിടെ അവർ കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ ഏർവാടീനെ പോലെ പിന്നെ ഭക്ഷണമൊക്കെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടാറുണ്ട്. പിന്നെ അമ്മ എൻ്റെ ഇപ്പോൾ കഷ്ടിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇവിടെ ഒരു വേറൊരു മഹാൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഇവിടെ. ഒരു മഹാൻ്റെ ദർബാറാണിത്. അവരുടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതാണ്. ഇതൊരു വേറൊരു വാതിലാണ്. അത് മുമ്പ് വർഷത്തുണ്ട പോലെ തന്നെ ഇവിടെ ഒരു 3-4 വാതിലുകൾ ഇവിടെ ഉണ്ട്. ആ വാതിലിനൊരു പേരും കൂടിയുണ്ട്. ഇവിടെ ധാരാളം കടകൾ ഇതിൻ്റെ അകത്ത് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നുള്ളത് ഒരു തൊപ്പിയുടെ കടയാണ്. ഒരു മനോഹരമായ തൊപ്പികൾ ഇവിടെ കച്ചവടത്തിനുണ്ട്. പിന്നെ കീച്ചെയിനുകൾ, അത്തറുകൾ, വിൽപ്പനകൾ അങ്ങനെ തന്നെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ചരിത്രങ്ങൾ, നാഗൂർ ഷെരീഫ്, ഷാഹുൽ ഹമീദ് ഉപ്പാപ്പയുടെ ചരിത്രങ്ങൾ, പുസ്തകം അടങ്ങിയിട്ടുള്ള കിതാബുകൾ, പിന്നെ മലയാളം, തമിഴ്, പല ഭാഷകളും. ഇപ്പോൾ ഏറെക്കുറെ കാണുന്നുള്ളത് ഇവിടെ തമിഴാണ്. ധാരാളം കച്ചവടക്കാർ അവിടെ കാണാം. ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെ ഗ്ലാസ് ഇവിടെ കാണാം. നല്ല മനോഹരമായ ഗ്ലാസുകൾ. ഇവിടെ ഒരു ഉറുക്കെല്ലാം വിൽപ്പനയ്ക്ക്, മോതിരം വിൽപ്പനക്കെല്ലാം ഉണ്ട്. അങ്ങനെ മനോഹരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണാനിടയായത്. നിങ്ങളെല്ലാവരും നാഗൂർ ഷെരീഫിൽ സിയാറത്ത് ചെയ്യണം. ദർബാറൊക്കെ അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ മസ്താന്മാരിപ്പോൾ ഏറെക്കുറെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അങ്ങനെ മുകളിലത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ട് നമ്മളിപ്പോൾ നാഗൂർ ഷെരീഫിൽ ഇപ്പോൾ സിയാറത്തിൽ ചെയ്തുകൊണ്ട് ആ സിയാറത്തിൻ്റെ ആസ്വദിച്ച് ഇവിടെ നമ്മൾ നിൽക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇവിടെ സിയാറത്തിനുണ്ടാവും. ഇവിടെ നിന്ന് വേറെ എവിടത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അതിൻ്റെ ചെറിയിടയിൽ നമ്മൾ അത്തരം വ്യാപാരം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഓൺലൈനിൽ അത്തരം വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ നമ്പറിൽ കൊടുക്കുന്നുണ്ട്. വലിയ തോതിലില്ല എന്നുണ്ടെങ്കിലും ചെറിയ തോതിൽ നമ്മൾ അത്തരം വ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയാണ് കൂടിയാണ്, ഒരു ബ്ലോഗറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ 2 ദിവസക്കാലമായിപ്പോയി നമ്മൾ ഈ നാഗൂർ ഷെരീഫിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റാത്തത് കൊണ്ട്, ഉറൂസും പിന്നെ നമ്മൾക്ക് ശാരീരിക തകരാറും കൂടി ഉണ്ടായത് കൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നില്ല. പിന്നെ ഉറൂസിൻ്റെ ലഹളയായതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ക്ഷമിക്കണം. ഇപ്പോൾ ആ സിയാറത്തെല്ലാം ചെയ്തുകൊണ്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടത്തേക്കാണെന്ന് യാത്രയൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ വീഡിയോസ് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസിലായി പങ്കുചേരാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചെറിയൊരു വീഡിയോസ് അവസാനിപ്പിക്കുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും മസല.